അങ്ങനെ നമ്മുടെ ഔദാക്കുട്ടി സ്റ്റാൻലിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് അവളെ പറഞ്ഞു വിട്ടാവളാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചത്ര ധൃതി പിടിച്ചിട്ട് അവളെ പറഞ്ഞയക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞയച്ചാൽ അവൾ പോവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അവൾ പോവാൻ ഒരു വാക്ക് മതി, അവൾ അപ്പം ഇറങ്ങിക്കോളും, അവൾക്ക് ഇവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല, പക്ഷേ എൻ്റെ നിർബന്ധത്തിന് മാത്രം നിൽക്കണം, അവൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല, അപ്പച്ചൻ വിചാരിക്കേണ്ട പോലുള്ള പെൺകുട്ടിയല്ല, അവൾക്ക് ഇല്ലെങ്കിൽ തന്നെ എന്നെ അത്രയ്ക്ക് വലിയ ശരി പോരാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഔദാക്കുട്ടി പറയുന്നുണ്ട്, നീ ഫോൺ വെച്ചോ, ഞാൻ അവിടെ വന്നിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ വൈജ ബാലചന്ദ്രനെ ഇങ്ങനെ കാത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബബിത ആണെങ്കിൽ ഫോൺ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബബിത പറയേണ്ട അച്ഛനെ കാത്തിട്ട് നിൽക്കുകയാണ്, എന്തിനും അച്ഛൻ വല്ല സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, അച്ഛൻ ഇറങ്ങിയിട്ട് വന്നിട്ട് വേണം രണ്ടാളും കൂടി വഴക്കൂടെ, അതിനു വേണ്ടി കാത്ത് നിൽക്കുകയാണ് അമ്മ എന്ന് പറയും. എന്തായാലും കൃഷ്ണമോള് വൈജയത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയുടെ കാലിൽ വെള്ളം പൊള്ളിയോ ചോദിക്കുന്നുണ്ട്. എന്തേ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ഒരു ഇരിക്കപ്പുറതി ഇല്ലാതെ അതുകൊണ്ട് ചോദിക്കുകയാണെന്ന് പറയുന്നത്. ഞാൻ ബാലചന്ദ്രനെ കാത്ത് നിൽക്കുകയാണെന്ന് പറയുന്നത്. എന്തിനെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നത്, നിങ്ങളെല്ലാവരും കൂടി അറിഞ്ഞിട്ടാണ് അവൾ ഇത്ര സ്വർണ്ണവും പൈസയൊക്കെ കൊടുത്തത്, ഒന്നില്ലെങ്കിൽ ഭവിതി രോഹിതും പ്രായപൂർത്തിയായവരല്ല, അവരോട് നിൻ്റെ അച്ഛൻ ചോദിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മേ ചേച്ചിക്ക് ഇത് കൊടുത്തത് വളരെ കുറഞ്ഞു പോയിന്നാണ് എൻ്റെ അഭിപ്രായം, അച്ഛൻ ഒരു മകൾക്ക് കൊടുത്ത പോലെ കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അച്ഛൻ ഇറങ്ങി വരുന്നുണ്ട്, ഞാൻ അമ്മ എന്താ അച്ഛനോട് സംസാരിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട്. ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നമ്മളെ ജ്വല്ലറി ഷോപ്പിൽ നിന്ന് 12.5 പവൻ്റെ സ്വർണ്ണവും 17,000 റുപ്യ സാരിയും ടെക്സ്റ്റൈൽസിൽ നിന്ന് എടുത്തോ, 50,000 റുപ്യൊക്കെ എടുത്തോ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ എടുത്തു, എന്താ അപ്പം നിനക്ക് വേണ്ടത് ചോദിച്ചു. ഇതൊക്കെ നിങ്ങളുടെ ആരാ വിചാരിച്ചിട്ട് ഞങ്ങൾ അലീനയ്ക്ക് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവൾ ഈ വീട്ടിൽ നിന്ന് നമുക്ക് വേണ്ടി ചെയ്തതിനൊക്കെ നമ്മൾ കൊടുത്തത് വളരെ കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ 3 മാസം അവൾ നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്രയൊക്കെ കൊടുക്കാൻ ആവശ്യമുണ്ടോ? ഇവിടെ എത്രയോ ജോലിക്കാർ നിന്നിരുന്നു, അവർക്കൊന്നും നിങ്ങൾ ഒരു 100 റുപ്യ കൊടുത്തിട്ടില്ലല്ലോ ഓർമ്മ, അതൊക്കെ നിൻ്റെ പണിക്കാർത്തിയായിരുന്നു, ഇത് എൻ്റെ മകളാണ്, അതിൻ്റെ മകൾക്കാണ് ഞാൻ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വൈജ പറയുന്നുണ്ട്, മാസം 10,000 റുപ്യ ശമ്പളത്തിനാണ് അവൾ വന്നത്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മ പണിക്കാരത്തിയല്ല, ഹോം നേഴ്സായിട്ട് വന്നിട്ടുണ്ട് 10,000 റുപ്യക്ക്, അവൾക്ക് അതുകൊണ്ട് ഇത്രയൊക്കെ പൈസ കൊടുക്കാണ്ടോ, 2 ലക്ഷം റുപ്യ അധികം കൊടുക്കേണ്ടി വന്നു, അത് ഞാൻ ബോണസായിട്ട് കൊടുത്തതാന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രനോട് പറയുന്നത്, എന്നോട് തർക്കുത്തരം പറയാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട് വൈജ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നത്, ഞാൻ തർക്കുത്തരം പറയാൻ നിൽക്കുകയല്ല, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, ഞാൻ അഥവാ തട്ടിപ്പോയാൽ ബാക്കിയുള്ളത് നീ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ സ്റ്റാൻലി അലീനയുടെ റൂം വന്ന് തട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അലീനാണെങ്കിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീനോട് നമ്മുടെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നീ എന്താ ബോറടിച്ച് ഇരിക്കാറുന്നോ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഇവിടെ മ്യൂസിക് കേട്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി ഒരു ന്യൂസ് പേപ്പർ നീട്ടിയിട്ട് പറയുന്നുണ്ട്, ഇത് വായിച്ചോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇംഗ്ലീഷ് മാത്രമേ വരുത്തൂ, മലയാളം വരുത്താറില്ലേ ചോദിക്കുമ്പോൾ, എന്താ നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലേ ചോദിക്കുന്നുണ്ട്. ഞാൻ അനാഥാലയത്തിലല്ലേ വളർന്നത്, അപ്പോൾ എനിക്ക് മലയാളം മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്, അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ കൈകൊണ്ട് നിർത്താൻ പറയുന്നുണ്ട്, ബാക്കി കൂടുതൽ പറയണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് വായിച്ച് ശീലാക്കിക്കോ, അപ്പോൾ അതങ്ങോട്ട് തന്നെ പടിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് പേപ്പർ കയ്യിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാൻലി അലീനോട് പറയുന്നുണ്ട്, ഞാൻ അന്ന് ബാലചന്ദ്രൻ ഇവിടെ വന്നപ്പോൾ നീ അയാളെ കുറേ അച്ഛാന്ന് വിളിച്ചല്ലോ, പക്ഷേ നീ എന്നെ ഒരു പ്രാവശ്യം കൂടി പപ്പാന്ന് വിളിക്കണില്ലല്ലോ എന്ന് പറയുന്നത്. അതിന് ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒരു പ്രാവശ്യം പോലും മോളേന്ന് വിളിച്ചിട്ടില്ലല്ലോ, നിങ്ങളന്ന് കേട്ടതല്ല അച്ഛൻ എത്ര പ്രാവശ്യം എന്നെ മോളേന്ന് വിളിക്കണത്, അതുകൊണ്ടാണ് ആ വിളി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, അല്ലാതെ പുറത്തുനിന്ന് മാത്രമല്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ കുറേ പഠിക്കാണ്ടില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ മാത്രമല്ല ഞാനും കുറേ പഠിക്കാണ്ട് എന്ന് പറയുന്നുണ്ട് അലീന. എന്തായാലും നമ്മൾ സ്റ്റാൻലി പറയേണ്ട അലീനോട്, നീ എന്തിനാ ഇവിടുത്തെ ജോലിക്കാരോടൊക്കെ നീ അനാഥാലയത്തിലാണ് കഴിഞ്ഞ്, നീ ഒരു സർവൻ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ഇത് എല്ലാവരുടെ മുന്നിലും തെളിയിക്കേണ്ടേരല്ലോ, ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ കിടക്കണേ ഉള്ളൂ, അപ്പോൾ അവരോടൊക്കെ ഞാൻ ഇത് പറയണ്ടേ, അല്ലാതെ ഞാൻ വലിയ വീട്ടിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ ആ കള്ളത്തരങ്ങളൊക്കെ എന്തെങ്കിലും എല്ലാവരുടെ മുന്നിലും പൊളിയില്ലേ, അപ്പം ഞാൻ അതെല്ലാം ഇപ്പോൾ സത്യം പറഞ്ഞു, ഇപ്പം ഞാൻ ആദ്യം പാവപ്പെട്ടവളാണ്, പിന്നെ ഒരു വലിയ രാജാവിൻ്റെ മകളാണെന്ന് പറയുന്ന ആ അംഗീകാരമാണ് എനിക്ക് കിട്ടേണ്ടത്, ശരിയല്ലേ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലിക്ക് ഇവിടെ വർത്തമാനമൊക്കെ കുറേ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്ത് കൈ കൊടുക്കുന്നുണ്ട്, നമ്മുടെ അലീനയും കൈ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. അലീനയും ചിരിക്കുന്നുണ്ട്, നാളെ ഞാൻ നിന്നെ പുറത്തെ എസ്റ്റേറ്റൊക്കെ കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ ഔദാക്കുട്ടി അച്ചായം വരുന്നുണ്ട്. വരുന്ന സമയത്ത് നമ്മുടെ പൗലോസ് ചോദിക്കുന്നുണ്ട്, ആ കുട്ടിച്ചായ എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബൈജുവിനോട് പറയുന്നുണ്ട്, ഈ കാർ ഒന്ന് ഓടിച്ച് നോക്കണം, അതിന് എന്തൊക്കെയോ ഒരു ശബ്ദം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് താക്കോല് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ
ആൻ്റപ്പനോട് നമ്മുടെ ഔദാക്കുട്ടി അച്ചായൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ വേറൊരു പട്ടി വന്നു എന്ന് അറിഞ്ഞു ഞാൻ, ആ പട്ടി കടിക്കുവാടാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആൻ്റപ്പൻ പറയുന്നുണ്ട്, അതിന് കുറച്ച് പല്ല് കൂടുതൽ, അത് ചിലപ്പോൾ കടിക്കും, ഇവിടെയുള്ള പട്ടികളെ പോലെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അലീനേനെ. എന്തായാലും അവൾ ഉള്ളിലില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആൻ്റപ്പൻ പറയുന്നുണ്ട്, അവൾ ഉള്ളിൽ തന്നെ ഉണ്ട്, എന്തായാലും ഞാൻ അവളെ പുറത്തേക്ക് ഇറക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആൻ്റപ്പൻ പറയുന്നുണ്ട്, സാർക്ക് അവളെ വലിയ ഇഷ്ടം, അവളെ മോളെ പോലെയാണെന്ന് പറഞ്ഞപ്പോൾ മോളൊക്കെ അങ്ങനെ തിരുച്ചിനാപ്പള്ളിയിൽ ഞാൻ എന്തായാലും പോയി അവളെ ഇറക്കി വിടുന്നത് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഉള്ളിലേക്ക് പോണ സമയത്ത് നമ്മുടെ ആൻ്റപ്പനോട് ഒന്നും കൂടി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അവൾ ഉള്ളിലില്ലേ പറയുമ്പോൾ ആ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ഔദാക്കുട്ടി അച്ഛൻ ഉള്ളിൽ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ ഗംഭീരം മദ്യപിക്കുന്ന സമയത്ത് നമ്മുടെ ഔദാക്കുട്ടി അച്ഛൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛനെ കാണുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, ആ അച്ചായ വരൂ ഇരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അപ്പോൾ നിൻ്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, എവിടെ അവളെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ ഇങ്ങോട്ടൊന്നും വരില്ല ചായ, മദ്യപാനം പുകവലിയുള്ള റൂമിലേക്കൊന്നും അവൾ വരില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നീ ശീലിപ്പിച്ചിട്ടാണ്, ആദ്യം തന്നെ അവളെ ഒതുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അച്ചായ ഇരുന്ന് ഒരു ഗ്ലാസ് മദ്യപ്പിക്കുക, ഇത് ഫിലിപ്പീൻസിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നല്ല സാധനമാണ്, വേണമെങ്കിൽ ഇരുന്ന് കുടിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഔദാക്കുട്ടി അച്ഛൻ അത് കേൾക്കുമ്പോൾ വേഗം ഇരുന്നിട്ട് മദ്യപിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഔദാക്കുട്ടി അച്ഛൻ പറയുന്നത്, നീ എന്തായാലും ഇപ്പോൾ അവളെ എൻ്റെ ഒപ്പം പറഞ്ഞയക്കേ, ഞാൻ അവളെ പുനലൂർക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം വെച്ചിട്ട് ഞാൻ അവളെ ഈ നാട് കടത്തിക്കോളാം എന്ന് പറയുന്നത്. അങ്ങനെ നാട് കടത്താനാണെങ്കിൽ എനിക്ക് അവളെ ഇവിടേക്ക് കൊണ്ടുവരണ്ടായിരുന്നല്ലോ അച്ചായ എന്ന് പറയുന്നുണ്ട്. നാട് കടത്താച്ചാൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച്, അവളെ കല്യാണം കഴിച്ച് ഞാൻ വല്ലവൻ്റെ ഒപ്പം പറഞ്ഞയച്ചോളാം, 23 വയസ്സായില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, 23 വർഷം അവൾ അനാഥയായിട്ട് കഴിഞ്ഞു, ഇനിയെങ്കിലും അവൾക്ക് ഒരു അംഗീകാരം, സ്നേഹം, അന്തസ്തും അഭിമാനവും ഒക്കെ ഒന്ന് കിട്ടേണ്ട അച്ചായ, അതൊക്കെ എന്തായാലും ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും, അവളെ ഞാൻ അങ്ങനെ പറഞ്ഞു വിടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെ എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.